ഹായ് ഹലോ. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഗുണ്ടാണ്. പല സ്ഥലങ്ങളിലും പല പേരാണ് പറയുന്നത്. ഇത് നമ്മുടെ ചായക്കടകളിലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ തയ്യാറാക്കുന്നത് ഗോതമ്പ് പൊടിയിലാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് എത്ര ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ഗുണ്ടുണ്ടാക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. പിന്നീട് ഞാനിവിടെ ഒരു 2 വലിയ തവി ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് അതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഗുണ്ട് കുറച്ച് ക്രിസ്പി ആയിട്ട് കിട്ടാനായിട്ട് വേണ്ടിയിട്ടാണ്. ഇത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല ഭംഗിയായിട്ട് നമുക്ക് ഗുണ്ടുണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതിനകത്തേക്ക് കുറച്ച് റവ ആഡ് ചെയ്ത് കൊടുക്കാം. റവ ചേർത്ത് കൊടുത്ത ശേഷം ഒരു കളറിന് വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കും. മഞ്ഞൾപ്പൊടി ചേർക്കുകയാണെങ്കിൽ നമുക്ക് ഗുണ്ടുണ്ടാക്കി എടുക്കുമ്പോൾ അതിൻ്റെ ഉൾഭാഗം നല്ലൊരു മഞ്ഞ കളറിലിരിക്കും. അത് വേണമെന്ന് നിർബന്ധമില്ല, പക്ഷേ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫുഡ് കളറൊന്നും ആഡ് ചെയ്യരുത്, മഞ്ഞൾപ്പൊടി തന്നെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. മഞ്ഞൾപ്പൊടി ചേർത്ത ശേഷം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി, ഒരു കളറിന് വേണ്ടിയിട്ട് ഉൾഭാഗത്ത്. പിന്നീട് അതിലേക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കണം. ജീരകം ഒരു 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള പഴവും ശർക്കരയും കൂടി ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഇതൊരു ഫിലിപ്പൈൻസിൻ്റെ പഴമാണ്. അതാണ് നമുക്ക് ഏത് പഴവും ഉപയോഗിക്കാം. നല്ല മധുരമുള്ള ഏത് പഴവും നമുക്ക് ഗുണ്ടുണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. ഇവിടെ ഞാൻ ഈ 3 പഴം എടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇതിനെ അരയ്ക്കുന്നതിനോടൊപ്പം ഒരു വലിയൊരു ശർക്കര, എൻ്റെ കയ്യിലിരിക്കുന്നത് കളറ് കുറഞ്ഞ ശർക്കരയാണ്, നല്ല ഡാർക്ക് ശർക്കര ഇടാൻ മാക്സിമം നോക്കണം. അതുകൂടി ഇട്ട് പഴവും ശർക്കരയും കൂടി നല്ലപോലെ ഒന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് നമുക്ക് ഈ മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ നമ്മൾ അരയ്ക്കുന്ന ബനാനയും ശർക്കരയും കൂടെ അരയ്ക്കുന്ന അതിലേക്ക് ഒരു 2 3 ഏലക്ക നല്ല ക്ലീൻ ചെയ്തിട്ട് നല്ലപോലെ കഴുകിയിട്ട്, ഒന്നിൽ ഏലക്കപ്പൊടി ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം. അതുകൂടി ചേർത്ത് ഏലക്ക പൊടിച്ച് ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ അരയ്ക്കുന്ന പഴത്തിനോടും ശർക്കരയോടും ചേർത്ത് അരച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി. അത് നമ്മുടെ ഇഷ്ടം പോലെ എങ്ങനെയാണെന്ന് വെച്ച് ചെയ്യാം. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. ഇനി അരച്ച് നമുക്ക് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അരച്ചെടുത്തിട്ടാണ് അത് ഇതിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാൻ നോക്കണം. എൻ്റേത് അത്രയ്ക്ക് അങ്ങോട്ട് അരഞ്ഞ് കിട്ടിയിട്ടില്ല. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ബോളായിട്ട് എടുക്കാൻ പറ്റുന്ന പാകത്തിന് നമ്മളിത് മാവ് റെഡിയാക്കി വെക്കണം. കയ്യിൽ കുറച്ചൊക്കെ ഒട്ടിപ്പിടിക്കും, അത് സാരമില്ല. മാവ് നല്ലപോലെ കുഴച്ച ശേഷം നമുക്കിത് അരമണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. അരമണിക്കൂർ വെക്കുന്നതെന്ന് വെച്ചാൽ സോഡാപ്പൊടി ചേർത്തേക്കുന്നത് കൊണ്ടാണ്. നമുക്ക് അപ്പടി തന്നെ വേണമെങ്കിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ പക്ഷേ ഒരു അരമണിക്കൂർ മാറ്റി വെച്ച ശേഷമാണ് ഇത് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും മാവ് കുറച്ചുകൂടി സോഫ്റ്റ് ആവുകയും നമുക്ക് നമ്മുടെ പാകത്തിനായിട്ട് കിട്ടുകയും ചെയ്യും. ഇവിടെ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു ഇരുമ്പിൻ്റെ പാത്രമില്ലേ, അതിൽ നമുക്ക് എണ്ണ ഒഴിച്ച് ചൂടായ ശേഷം നമുക്ക് ഓരോ ബോളായിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എൻ്റെ ഈ പാത്രം കുറച്ച് ചെറുതാണ്, അതുകൊണ്ട് 1 2 ഒക്കെ എനിക്ക് ഇടാൻ പറ്റത്തുള്ളൂ. ഫസ്റ്റ് നമുക്ക് ഒരെണ്ണം ഇട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുത്ത് നോക്കാം, പിന്നെ പറ്റുമെങ്കിൽ നമുക്ക് 1 2 ഒക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ആക്ച്വലി ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. ഞാൻ കടകളിൽ നിന്ന് മേടിച്ച് കഴിച്ചിട്ട് മാത്രമേ ഉള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. നമുക്ക് ഇതേപോലെ ബാറ്ററി ഓരോ ബോൾ പോലെ ആക്കിയിട്ട് തിളച്ച എണ്ണയിൽ നിൽക്കി നമുക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ നല്ല തിളച്ചതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കത്തുള്ളൂ. ഇനി നമ്മളിതൊരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്ക് ജസ്റ്റ് ഇത് കോരി മാറ്റി വെക്കാം. ഇവിടെ ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു
കളറാകുമ്പോൾ നമ്മൾ മാറ്റി വെക്കണം. ഇതിൻ്റെ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ഒത്തിരി എണ്ണ പിടിക്കും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് എടുത്താൽ ഇതിന് ഉൾഭാഗമൊക്കെ നല്ല രീതിയിൽ നമുക്ക് കുക്കായി കിട്ടും. എപ്പോഴും ഒന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി കൊടുക്കണം. ഇങ്ങനെ നമുക്ക് ഇതിൽ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം ഇട്ടത് ഞാൻ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഈ ഒരു പാകമാകുമ്പോൾ നമ്മൾ ഇതെടുത്ത് നമുക്ക് ഒരു ടിഷ്യൂ പേപ്പറിലോ മറ്റോ മാറ്റി വെക്കാം, ആ എണ്ണ ഒന്ന് ഊർന്ന് പോകാനായിട്ട്. ഇനി നമുക്ക് അങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. നമുക്ക് വലിയ കടായി ആണെങ്കിൽ ഒരു 5-6 എണ്ണം ഒറ്റയടിക്ക് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ചെറുതായതുകൊണ്ട് എനിക്ക് ചെറിയ ബോളായിട്ടും ഇടാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാക്കി എടുക്കാം. ഇവിടെ ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടി ഡാർക്കാകുമ്പോൾ ഇതുപോലെ നമുക്ക് കോരി മാറ്റി വെക്കാം. അങ്ങനെ എല്ലാ ഗുണ്ടും ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ഇതിനെ ബോണ്ടേന്ന് പറയും. ഇത് വളരെ ടേസ്റ്റാണ്. സത്യത്തിൽ ഇതൊരു ഹെൽത്തിയാണ്, കാരണം മൈദ അല്ലാത്തത് കൊണ്ട് ഇത് ഗോതമ്പ് പൊടിയാണ്, അതുകൊണ്ട് നല്ല ഹെൽത്തിയാണ്. അതുപോലെ തന്നെ ഷുഗറും അല്ല, ശർക്കരയാണ്, പഴം. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര നല്ലൊരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സ്നാക്സാണ്. എനിക്ക് വളരെ ഇഷ്ടമാണ്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഉൾഭാഗം ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ലതായിട്ട് കുക്കായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട്, നല്ല പഴുത്ത പഴമാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ പഴുത്ത പഴമൊന്നും എടുത്ത് കളയാതെ നമുക്കിതുപോലൊക്കെ റെഡിയാക്കി എടുക്കാം. കണ്ടില്ലേ, ഇതിൻ്റെ ഉൾഭാഗം നല്ലതുപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഒപ്പം സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ, താങ്ക് യു.